ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. കോടിക്കണക്കിന് രൂപയുടെ ചികിത്സാ ആനുകൂല്യങ്ങളുമായി ശിഹാബ് തങ്ങൾ സഹകരണ ആശുപത്രി 3-ാം വയസ്സിലേക്ക്. തിരൂർ ശിഹാബ് തങ്ങൾ സഹകരണ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിനോടനുബന്ധിച്ച് നഴ്സിംഗ് കോളേജും ഫാർമസി കോളേജും ആരംഭിക്കുവാൻ ഹോസ്പിറ്റൽ ജനറൽ ബോഡി യോഗം തീരുമാനിച്ചു. തിരൂർ ബിയാൻകോ കാസിൽ ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗത്തിൽ ചെയർമാൻ അബ്ദുറഹ്മാൻ രണ്ടത്താണി അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ ഇബ്രാഹിം ഹാജി കീഴടത്തിൽ സ്വാഗതം പറഞ്ഞു. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ്, MT വാസുദേവൻ നായർ എന്നിവരുടെ നിര്യാണത്തിൽ അനുശോചനം അറിയിച്ചു. ഹോസ്പിറ്റൽ നിലവിൽ 30ഓളം ഡിപ്പാർട്ട്മെന്റുകളിലായി 70-ൽ പരം വിദഗ്ധ ഡോക്ടർമാർ സേവനം ചെയ്യുന്നുണ്ട്. ഗൈനോക്കോളജി ഡിപ്പാർട്ട്മെന്റിന് കീഴിൽ പോസ്റ്റ് ഡെലിവറി സെന്ററുകളും ആധുനിക കണ്ണാശുപത്രിയും ഉടൻ ആരംഭിക്കും. കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് അത്യാധുനിക സൗകര്യങ്ങളോടെ വിപുലീകരിക്കും. 100-ലധികം മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ പൂർത്തീകരിച്ച ഓർത്തോ വിഭാഗത്തിനും 3500-ലധികം നവജാത ശിശുക്കൾ പിറന്ന ഗൈനോക്കോളജി ഡിപ്പാർട്ട്മെന്റിനുമുള്ള ഉപഹാരം ചെയർമാൻ അബ്ദുറഹ്മാൻ രണ്ടത്താണി നൽകി. 82 കോടി രൂപയുടെ ബഡ്ജറ്റ് അവതരിപ്പിക്കുകയും അംഗങ്ങൾക്കായി 100 കണക്കിന് രൂപയുടെ ചികിത്സാ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്തു. സാമ്പത്തിക വർഷത്തെ ജനറൽ ബോഡിയെ അഭിസംബോധന ചെയ്ത് സ്വാഗതം പറയുന്നതിന് വേണ്ടി ഈ സംഘത്തിന്റെ കർമ്മകുശലനായ വൈസ് ചെയർമാൻ കീഴടത്തിൽ ഇബ്രാഹിം ഹാജി സാർ അവർകളെ സാദരം ക്ഷണിച്ചോളുക. അങ്ങനെ അന്നത്തെ ഈ സംഘത്തിൻ്റെ നേതൃത്വം വഹിക്കുന്നത് പ്രിയങ്കരനായ ET മുഹമ്മദ് ബഷീർ സാഹിബ് അവർകളായിരുന്നു. അതുപോലെ തന്നെ അന്ന് ഇതിൻ്റെ കൂടെ ETയുടെ കൂടെ വളരെ ആത്മാർത്ഥപൂർവ്വം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്ന ഡയറക്ടേഴ്സ്, ഇന്ന് നമ്മളിൽ നിന്ന് കൺമറഞ്ഞു പോയ പ്രിയങ്കരനായ KK അലി ഹാജി, വൈസ് ചെയർമാൻ കോയക്കുട്ടി ഹാജി, MMK ഹാജി, CMT, അതുപോലെയുള്ള അബ്ബാസ് അലി സാഹിബ്, ആ കാലഘട്ടത്തിൽ ഇതിൻ്റെ സെക്രട്ടറിയായി ദീർഘകാലം ജയാറായി റിട്ടയർ ചെയ്ത പ്രിയപ്പെട്ട മുഹമ്മദ് അലി സാർ, അങ്ങനെ ഒട്ടനവധി ആളുകളുടെ വലിയൊരു സ്വപ്നമായിരുന്നു ശിഹാബ് തങ്ങൾ മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി എന്ന ഈ പ്രസ്ഥാനം. അവർ ദീർഘകാലം ഇതിനു വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ച വ്യക്തിത്വങ്ങളാണ്. വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട ശിഹാബ് തങ്ങൾ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ കുടുംബാംഗങ്ങൾ, വളരെ ആഹ്ലാദകരമായ ഒരു ജനറൽ ബോഡി യോഗത്തിലാണ് നാം പങ്കെടുക്കുന്നത്. ഏതൊരു യോഗത്തിലും അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഒരു മികച്ച റിസൾട്ടിനുള്ള അംഗീകാരം നൽകിക്കൊണ്ട് അത് തുടങ്ങാൻ കഴിയുക എന്നത് ഏറെ സന്തോഷകരമായ ഒരു കാര്യമാണ്. ഈ സ്ഥാപനത്തിൻ്റെ അധ്യക്ഷൻ എന്ന നിലയിൽ ഇത് പുതിയ കെട്ടിടത്തിലേക്ക് നിലവിൽ വന്ന് 3 വർഷം പിന്നിടുമ്പോൾ ഓർത്തോയിൽ 100 TKR നടത്തിയ ഒരു ഡോക്ടറെ ഈ വേദിയിൽ അഭിനന്ദിച്ചുകൊണ്ട് ഇത് തുടങ്ങാൻ കഴിഞ്ഞു എന്നത് ഏറെ സന്തോഷകരമായി ഞാൻ കാണുകയാണ്. അതൊരു വലിയ നേട്ടമാണ്. കാരണം ഒരുപാട് സ്ഥാപനങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. അവർക്കിടയിൽ നമ്മൾ തുടങ്ങിയ ഒരു സംരംഭത്തിൻ്റെ വിജയമാണ്. അത് മാത്രമല്ല, ഇന്ന് യോഗം നടക്കുന്ന ഈ ഘട്ടത്തിൽ നമ്മുടെ ആശുപത്രിയിൽ ജനിച്ച സ്ഥലം ശിഹാബ് തങ്ങൾ ഹോസ്പിറ്റൽ എന്ന് രേഖപ്പെടുത്തി ഏകദേശം 3500ഓളം കുഞ്ഞുങ്ങൾ പിറന്നു കഴിഞ്ഞു എന്നുള്ള സന്തോഷം കൂടി ഈ സന്ദർഭത്തിൽ നമുക്കുണ്ട്. അതൊരു ചെറിയ നേട്ടമല്ല. 3500-ലധികം കുട്ടികൾ പിറക്കുക, 100 TKR നടത്തുക, ഇതൊക്കെ 3 വർഷം കൊണ്ട് പൂർത്തീകരിക്കുക എന്നത് ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനകരമായ ഒന്നാണ്. നമുക്കറിയാം, ഈ സ്ഥാപനം തുടങ്ങുമ്പോൾ ഈ രംഗത്ത് പരിചയസമ്പന്നരും എക്സ്പീരിയൻസുമുള്ള ആളുകളല്ല തുടങ്ങിയത്. ആരും ഹോസ്പിറ്റൽ നടത്തി ശീലിച്ചവരല്ല. ഈ രംഗത്ത് പുതുതായി കടന്നു വരികയാണ്. ഒരുപക്ഷെ വലിയ എക്സ്പീരിയൻസ് നമ്മുടെ പാർട്ടി സംവിധാനത്തിന് പോലും ഈ കാര്യത്തിലില്ല.
എന്നിട്ടും വലിയൊരു കുതിപ്പ് നടത്താൻ നമുക്ക് കഴിഞ്ഞു. കാരണം ഉദ്ഘാടനം കഴിഞ്ഞ് 3-ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ഇനി ഒരു മാസമേ ബാക്കിയുള്ളൂ. ഞങ്ങളുടെ മുമ്പിലുള്ള ഒരു വലിയ കടമ്പ, ഒരു വലിയ കെട്ടിടം നമ്മൾ പൂർത്തീകരിച്ചു. ഈ സ്ഥാപനത്തിൻ്റെ ചെയർമാൻ അബ്ദുറഹ്മാൻ സാഹിബ് അവരുടെയും അതുപോലെ തന്നെ വൈസ് ചെയർമാൻ ഇബ്രാഹിം മാജി അവരുടെയും ഓരോരുത്തരെയും, അതുപോലെ എൻ്റെ കൂടെ തന്നെ ഒരു 2006 മുമ്പ് തന്നെ ഈ സ്ഥാപനം ഇങ്ങനെ ആയിത്തീരണം എന്നുള്ള ആഗ്രഹത്തോട് ഇതിൻ്റെ കൂടെയൊക്കെ ഞങ്ങൾക്കന്ന് E.T. മുഹമ്മദ് ബഷീർ വന്നപ്പോൾ ബാബ ഹാജി എന്ന് പറയുന്ന അദ്ദേഹത്തിനെ പോലെയുള്ള ആൾക്കാർ ഈ സ്ഥാപനത്തിൻ്റെ പിന്നിലുണ്ട് എന്ന് പറഞ്ഞാണ് എന്നെയൊക്കെ പരിചയപ്പെടുത്തുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ എല്ലാവരും പ്രവർത്തിച്ചു. ഈ വേദിയിലുള്ള ഓരോരുത്തരും ഡയറക്ടർ ബോർഡിലുള്ളവരെല്ലാം തന്നെ കുറഞ്ഞത് ഞാനൊരു 10 വർഷക്കാലമായി നമ്മളൊരു ഏകദേശം ഒരു 100ഓളം മീറ്റിങ്ങുകളിൽ പങ്കിട്ടവരാണ്. അതുപോലെ തന്നെ വേദിയിലുള്ള അഡ്മിനിസ്ട്രേഷനിലും സഹായമായി ഈ സ്ഥാപനം നന്നായി പോകണം. ഒരു സ്ഥാപനം നന്നായി പോകണമെന്നുണ്ടെങ്കിൽ അതിന് തീർച്ചയായിട്ടും അബ്ദുള്ള സാഹിബിനെ പോലെയുള്ള ആൾക്കാരെല്ലാം കൂടെ പ്രവർത്തിക്കേണ്ട. പാവനമായ സ്മരണയ്ക്ക് മുമ്പിൽ സ്ഥാപിക്കപ്പെട്ട മഹത്തായ ഒരു സ്ഥാപനത്തിൻ്റെ വാർഷിക ജനറൽ ബോഡിയിൽ അധ്യക്ഷൻ ചെയർമാൻ അബ്ദുറഹ്മാൻ അണ്ടത്താണി സംസാരത്തിൻ്റെ അവസാനം പറഞ്ഞ പോലെ ഇതിലൊരു ഷെയറെടുത്ത അവകാശിയാണെന്ന അഭിമാനബോധത്തോടെ ജീവിതകാലം മുഴുവനും ആരോഗ്യം സംരക്ഷിക്കപ്പെടേണ്ടവരാണ് നമ്മൾ. നിത്യജീവിതത്തിൻ്റെ ശൈലികളിൽ വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്ന യുഗത്തിലാണ് നമ്മളുള്ളത്. പരിരക്ഷയാണ് വേണ്ടത്, ആരോഗ്യ സംരക്ഷണമാണ്. ബ്രീത്തിങ്, ശ്വാസം അടക്കി പിടിച്ചു വിടാനുള്ള കാലതാമസം ഒഴിവാക്കാൻ വേണ്ടി നടത്തുന്ന എല്ലാ അത്യാധുനിക വൈദ്യപരിശോധനാ രംഗത്തും സ്തുത്യർഹമായ സേവനമാണ്. 2008 തുടങ്ങിയ സ്ഥാപനമാണത്. E.T. മുഹമ്മദ് ബഷീർ സാഹിബ് ചെയർമാനും പുറത്തൂർ അലിയാജിൻ്റെ വൈസ് ചെയർമാനും ഞങ്ങൾ തുടങ്ങിയത്. തുടക്കത്തിൽ തന്നെ നല്ല അത് തുടങ്ങുമ്പോൾ വളരെ വിഷമത്തോടും വളരെ പരിസരത്തോടും ആസ്പത്രി തുടങ്ങിയത്. അങ്ങനത്തെ കാലഘട്ടത്താണ് അലിയാജി പെട്ടെന്ന് മരണപ്പെട്ടു പോയത്. എന്നെ ബഹുമാനപ്പെട്ട മറുപടി അതിലേക്ക് തന്നെ വിളിച്ചിട്ട് എന്നെ ഇതിൻ്റെ വൈസ് ചെയറാക്കി. ഞങ്ങളോട് പറഞ്ഞു എൻ്റെ ശാരീരിക അവസ്ഥ ഒരു വളരെ പ്രശ്നമാണ്, എന്നെ കൊണ്ട് കൊണ്ടുനടക്കാൻ പറ്റുന്നത്. അപ്പോൾ അത് ഇബ്രാഹിം രാജി നാട്ടിൽ ദുബൈയിൽ വരട്ടെ, അതുപോലെ നിങ്ങൾ കൊണ്ടുനടക്കുന്ന വിചാരിച്ച് ഞാൻ ഏറ്റെടുത്തു. നിങ്ങളുടെ കയ്യിൽ കിട്ടിയ റിപ്പോർട്ടാണ് ഞാനിവിടെ വായിക്കുന്നത്. തിരൂർ ശിഹാബ് തങ്ങൾ സഹകരണ ആശുപത്രി 2022 ഫെബ്രുവരി 26 പുതിയ കെട്ടിടത്തിലേക്ക് പ്രവർത്തനം ആരംഭിച്ച് 3-ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്നത് വരെ തിരൂർ താഴെപ്പാലം സ്റ്റേഡിയത്തിന് സമീപം ഉള്ള ബഹുനില കെട്ടിടത്തിൽ വാടകയ്ക്കാണ് പ്രവർത്തിച്ചിരുന്നത്. 7 ഏക്കറോളം വരുന്ന സ്വന്തം ഭൂമിയിൽ എല്ലാ സൗകര്യങ്ങളോടെയുമുള്ള ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി സഹകരണ ആശുപത്രികൾക്കുള്ള ഏകീകൃത സോഫ്റ്റ്വെയർ എത്രയും വേഗം നടപ്പിലാക്കണമെന്നും ക്ലാസിഫിക്കേഷൻ മാനദണ്ഡങ്ങൾ പുതുക്കി നിശ്ചയിക്കണമെന്നും വൈദ്യുതി നിരക്കിൽ സഹകരണ ആശുപത്രികൾക്ക് പ്രത്യേക ഇളവ് അനുവദിക്കണമെന്നും പ്രമേയത്തിലൂടെ യോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഡയറക്ടർമാരായ ഡോക്ടർ KP ഹുസൈൻ, പാറപ്പുറത്ത് മൊയ്തീൻകുട്ടി എന്ന ബാവ ഹാജി, KP മുഹമ്മദ് കുട്ടി, വള്ളിയങ്ങൽ മുഹമ്മദ് കുട്ടി ഹാജി, CV മുഹമ്മദ് അഷ്റഫ്, സാബിറ കബീർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച വിശദ വിവരങ്ങൾ സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് മുസമ്മിൽ വിശദീകരിച്ചു. 2023-24 വർഷത്തെ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനത്തെക്കുറിച്ചും പുരോഗതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഓപ്പറേഷൻ ഹെഡ് ജസ്റ്റിൻ ജോസഫ് അവതരിപ്പിച്ചു. വാർഷിക റിപ്പോർട്ട് മാനേജർ KP ഫസലുദ്ദീനും വരവ് ചെലവ് കണക്കുകൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ A അബ്ദുൾ റഷീദ് എന്നിവരും അവതരിപ്പിച്ചു. മെമ്പർമാരുടെ ചോദ്യങ്ങൾക്ക് മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് മുസ്തഫ, മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ അൽതാഫ് കണ്ണേത്ത്, ജസ്റ്റിൻ ജോസഫ് എന്നിവർ മറുപടി നൽകി. ഡയറക്ടർ AP സുധീഷ് പ്രമേയങ്ങൾ വായിച്ചവതരിപ്പിച്ചു. ഡയറക്ടർ CV മുഹമ്മദ് അഷ്റഫ് നന്ദി പറഞ്ഞു. 1000-ൽ പരം മെമ്പർമാർ പങ്കെടുത്ത വാർഷിക ജനറൽ ബോഡി യോഗം അംഗങ്ങളുടെ സജീവ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു. വെട്ടം ആലിക്കോയ, ഡോക്ടർ P അബ്ദുൽ ഹമീദ് മാസ്റ്റർ, അബ്ദുള്ള കുട്ടി, MP മുഹമ്മദ് കോയ, KN മുത്തുക്കോയ തങ്ങൾ,
എൻ.എ. ബാവ ഹാജി, കെ.എം. ഹസൻ, സി.കെ. ഹമീദ് നിയാസ്, പുളിക്കൽ അഷ്റഫ്, ഹമീദ് മൂസ ഖത്തർ, സി.പി. ഇസ്മായിൽ, കബീർ പുളിക്കൽ, കീഴടത്തിൽ ഷാഫി ഹാജി, കടവത്ത് മുസ്തഫ, ടി. അബ്ദുൽ വഹാബ്, ഷംസുദ്ദീൻ കുന്നത്ത് തുടങ്ങിയ പ്രമുഖരും പങ്കെടുത്തു. മീഡിയ ന്യൂസ്, തിരൂർ. മുയൽ വാഴുമിടം, പണം വാരുമിടം, ആഷിയാന റാബിറ്റ് ഫാം. ആഷിയാന റാബിറ്റ് ഫാം, മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് മുൻവശം, താഴെപ്പാലം, തിരൂർ, മലപ്പുറം. ഫോൺ 049424292205. മൊബൈൽ 9895297205. വെബ്സൈറ്റ് www.ashiyanarabbitfarm.com. ഇമെയിൽ office@ashiyanarabbitfarm.com.